തിരികെ വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് ഊർജ്ജം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊച്ചിയിലെത്തും. ദ്വിദിന സന്ദർശനത്തിനായി എത്തുന്ന അമിത്ഷാ നാളെ മുതിർന്ന കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും അവലോകനം ചെയ്യും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, 2 ദിവസത്തെ സന്ദർശനത്തിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തുന്നത്. എത്ര മണിക്കാണ് കൊച്ചിയിൽ അദ്ദേഹം എത്തിച്ചേരുക? ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് വൈകിട്ട് 8 മണിയോടെയാണ് കൊച്ചിയിലെത്തുക, നെടുമ്പാശ്ശേരിയിലെത്തുക. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന് പൊതുപരിപാടികളൊന്നുമില്ല. നാളെയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ അമിത്ഷാ പങ്കെടുക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നു എന്ന് പറയുമ്പോൾ ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ആവേശമാണ് വീണ്ടും സൃഷ്ടിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആ നേതൃയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രവർത്തകർക്ക് വലിയ ആവേശം പകരുക മാത്രമല്ല, തുടർന്നുള്ള പ്രവർത്തന പദ്ധതികൾക്ക് നിർദ്ദേശങ്ങൾ കൂടി നൽകിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് താൻ ഒരിക്കൽ കൂടി വരുന്നുണ്ട്, അതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും എല്ലാം തന്നെ ഒരിക്കൽ കൂടി താൻ കേരളത്തിലേക്ക് എത്തുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെയാണ് വീണ്ടും ഒരിക്കൽ കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തായിരുന്നു വന്നത്. പ്രധാനമായും സംഘടനാതല ചർച്ചകളാണ് നാളെ നടക്കുക. സംസ്ഥാന നേതൃയോഗം എന്ന് പറയുമ്പോൾ സംസ്ഥാന ഭാരവാഹികളുണ്ട്, സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, കോർ കമ്മിറ്റി അംഗങ്ങൾ, ഒപ്പം തന്നെ മേഖലാ തലത്തിൽ പ്രഭാരിമാരെ നിയമിച്ചിരുന്നു. സംഘടനയുടെ ചട്ടക്കൂട് കൂടുതൽ വിപുലമാക്കുന്നതിനും കൂടുതൽ പ്രവർത്തകരിലേക്ക് എത്തിച്ചേർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾക്കുമെല്ലാം വേണ്ടി പ്രഭാരിമാരെ നിയമിച്ചിരുന്നു. അങ്ങനെ മേഖലാ തലത്തിലുള്ള പ്രഭാരിമാർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ താഴെ തലം മുതൽ ഉയർന്ന തലം മുതലുള്ള ഒരു നേതൃ ഗ്രൂപ്പുമായിട്ടാണ് അമിത്ഷാ സംസാരിക്കുന്നത്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നാളെ രാവിലെ 10 മണിക്ക് കൊച്ചി റിനൈ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ വെച്ച് പുലർത്തുന്നത് എന്ന കാര്യവും ആ മുന്നേറ്റം യാഥാർത്ഥ്യമാകുമെന്ന കാര്യവും കഴിഞ്ഞ തവണ വന്നപ്പോൾ അമിത്ഷാ പറഞ്ഞിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ബി.ജെ.പിയെ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത ശേഷമായിരുന്നു അദ്ദേഹം മടങ്ങുകയും ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ, വിവിധ തലങ്ങളിലുള്ള യോഗങ്ങളെല്ലാം തന്നെ നടത്തി വരികയാണ്. വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളും ശക്തമായി തന്നെയുള്ള പ്രവർത്തനങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി വിവിധ യോഗങ്ങൾ പല ഘടകങ്ങളിലായി നടക്കുന്നുണ്ട്. ആ ഒരു യോഗങ്ങളുടെ തുടർച്ചയായിട്ട് കൂടിയാണ് അവരെല്ലാം പ്രവർത്തകരെ കൂടുതൽ ആവേശഭരിതരാക്കുന്നതും അവർക്ക് കൂടുതൽ ഊർജ്ജം പകർന്നുകൊണ്ട് തന്നെയാണ് അമിത്ഷാ എത്തുന്നത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ബി.ജെ.പി. ഒരുങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിരവധി യോഗങ്ങൾ ചേർന്നു. വാർഡ് തലത്തിലടക്കം പ്രവർത്തനങ്ങൾ ശക്തമാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ അമിത്ഷാ കൂടി എത്തുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. അതിന്റെ തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ സമ്മേളനങ്ങൾ, പൊതുപരിപാടികൾ, യോഗങ്ങൾ എന്നിവ സംഘടിപ്പിച്ചുകൊണ്ട് ബി.ജെ.പി. മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്ന് വൈകിട്ട് 8 മണിയോടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിൽ എത്തിച്ചേരുക. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. ജിജീഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.